സാറാണ് മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് 2 ചോദ്യങ്ങൾ എടുത്തേക്കുന്നത്. ആദ്യത്തേതാണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, ഇത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇതൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വേണം നിങ്ങൾ പിന്നെയും വേറെ ചോദ്യങ്ങൾ പഠിക്കാൻ. കാരണം ഇതിനുള്ളിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് മറ്റുള്ളൊരു ചോദ്യത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നോക്കി നിന്ന് പോകും, നമ്മുടെ മനസ്സിൽ ഐഡിയ വരുന്നില്ല. അപ്പോൾ എപ്പോഴും പ്രോബ്ലംസുകൾ പലത് ചെയ്തതിനുള്ളിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസുകളാണ് വേറൊരു പ്രോബ്ലത്തിനെ നമുക്ക് ചെയ്ത് തുടങ്ങാനുള്ള സാധ്യത കിട്ടുന്നത്. എപ്പോഴും അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടൊക്കെ തോന്നുകയും ചെയ്യും, എന്നാലും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട് അല്ലേ. ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/5 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/5. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ള ക്വസ്റ്റ്യൻ അല്ല എന്നൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ പ്രോബ്ലമൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു റിസൾട്ട് ഒന്ന് പഠിപ്പിക്കാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാം, π/2. ശരിയല്ലയോ? സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സിൻ്റെ എക്സിൻ്റെ സമ്മ π/2 അല്ലേ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ കൂടെ നിങ്ങൾ കാണുന്നുണ്ട്. കോസ് ഇൻവേഴ്സ് 1/5 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/5. 2നെ വിട്ടേര്, നമ്മൾ ഒരെണ്ണം ഇങ്ങനെ എടുക്കണം. 2 എണ്ണത്തിൽ നിന്ന് ഒരു സൈൻ ഇൻവേഴ്സ് 1/5ഉം ഈ കോസ് ഇൻവേഴ്സ് 1/5 ചേർത്താൽ ആരെന്ന് എഴുതാം, π/2 അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്തായിരുന്നു, സൈൻ ഇൻവേഴ്സിലും കോസ് ഇൻവേഴ്സിലും സെയിം ആൾക്കാർ വന്നെങ്കിൽ π/2 എന്ന് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിതിനെ നോക്കണം. ദാറ്റ് ഈസ് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് 1/5 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/5 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/5. ഇങ്ങനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. ഓക്കെ, ഈ 2x എന്നുള്ളതിനെ x പ്ലസ് എക്സ് എന്ന് മാതിരി രണ്ടാക്കി. ഇപ്പോൾ ഇത്രയും ടൈം ആരായിട്ട് മാറ്റാം, π/2 മാറ്റാം. കോസ് ഇൻവേഴ്സ് 1/5 പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/5 ബിക്കംസ് π/2. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് കോസ് ഓഫ് π/2 പ്ലസ്, അപ്പോൾ ഇത്രയും π/2 ആയി, പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/5 എന്നായി. ഓക്കെ, ഇനി അടുത്ത റിസൾട്ടുള്ളൂ. ഇതെല്ലാം നമ്മൾ +1ലാണ് കേട്ടോ. കോസ് ഓഫ് 90 പ്ലസ് എക്സ് എന്തായിരുന്നു മോനെ, കോസ് ഓഫ് 90 പ്ലസ് എക്സ് റിഡക്ഷൻ ഫോർമുല. 90 ആണെങ്കിൽ ചേഞ്ച് ചെയ്ത് കോസ് എങ്ങോട്ട് മാറും, സൈൻ ആവും. സൈൻ ഓഫ് ദിസ് എക്സ് എഴുതണം, മൈനസ് എഴുതണം. എന്തുകൊണ്ടാണ് മൈനസ് ആവാൻ കാരണം, 90 പ്ലസ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ്. ഇൻ സെക്കൻഡ് ക്വാഡ്രന്റ് കോസ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ആൻസർ ഈസ് മൈനസ് സൈൻ എക്സ്. അങ്ങനെയാണ് നിങ്ങൾ ഇത്രേനെ എക്സ് ആയിട്ട് കരുതണം അവിടുത്തെ കേട്ടോ. ഇത്രേനെ എക്സ് ആയിട്ട് കരുതണം. ഈ എക്സിനെ ഇത്രയായിട്ട് ഇവിടെ കരുതണം. അപ്പോൾ ഇതെന്തായിട്ട് മാറി, കോസ് ഓഫ് π/2 പ്ലസ് എക്സ്. 90 എന്ന് പറഞ്ഞാൽ ആരാ, π/2. അപ്പോൾ ഈ π/2 നമുക്ക് 90 ആയിട്ടും കരുതിയാൽ മതി കേട്ടോ. അപ്പോൾ കോസ് 90 പ്ലസ് എക്സ് പോലായി. എന്തായിരുന്നു കോസ് 90 പ്ലസ് എക്സ്, നമുക്ക് ആരെന്ന് കിട്ടുന്നത്, മൈനസ് സൈൻ എക്സ് എന്നാ. പക്ഷേ എക്സ് ആരായിരുന്നു ഇവിടെ, സൈൻ ഇൻവേഴ്സ് 1/5 എന്നാണ് കേട്ടോ. ഇപ്പോൾ മൈനസ് സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/5 എന്നായി. കോസ് എങ്ങോട്ട് മാറി, സൈനിലോട്ട് മാറി. ബിക്കോസ് 90 ആകുമ്പോൾ നമ്മുടെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യും. ഓക്കെ, അപ്പം മൈനസ് സൈനോ സൈൻ ഇത്ര ആരാന്ന് നോക്കാം, നമുക്കറിയാം അല്ലേ മോനെ. സൈനോ സൈൻ വേഴ്സ് 1/5 എന്ന് പറഞ്ഞാൽ രണ്ടുകൂടെ പോയിക്കൊണ്ട് 1/5 എന്ന് കിട്ടും. പുറത്താറുണ്ട് മൈനസ്. ഓക്കെ, അപ്പോൾ ഫൈനൽ ആൻസർ ആരാണ്, -1/5 എന്ന് കിട്ടും. കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബൈനോമിയൽ തിയറത്തിലെ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഇതും പ്രീവിയസ് ഇയർ വന്നതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളെല്ലാം പ്രാക്ടീസ് ചെയ്തോണം. നല്ല ചോദ്യം. ഓക്കെ, ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ ഹൗ മെനി ടേംസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്ത് ഇതിനെ ഫൈനലായിട്ട് എല്ലാം ചെയ്ത ശേഷം അവസാനം കിട്ടുന്ന ആൻസറിനുള്ളിൽ എത്ര ടേംസ് ഉണ്ട്, നമുക്ക് അത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു പ്രത്യേകത കാണുന്നുണ്ട് അല്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് ഫീൽ ചെയ്ത് എന്തെങ്കിലും ഒരു പ്രത്യേകത. ഇത് കണ്ടോ 3x + y, ഇതുണ്ടോ 3x - y. ഇവിടെ റേസ് 5, ഇവിടെ റേസ് 5, ഇവിടെ റേസ് 4. ഓക്കെ, നമുക്കറിയാം ഈ റിസൾട്ട് ഇല്ലയോ, a⁻m n. ആൻസർ ആരാ മോനെ, a⁻m. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 3x + y റേസ്ഡ് 20 മൈനസ് 3x - y റേസ്ഡ് 20 എന്ന് എഴുതാം. 4 × 5 5 × 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാറി. ഇവിടുത്തെ പവറുകൾ 20 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് 21 ടേംസ് കാണും. ഇതിനെയും എക്സ്പാൻഡ് ചെയ്താൽ 21 ടേംസ് കാണും. ശരിയല്ലേ. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ പവർ +1. അപ്പോൾ 20 + 1, ഇവിടെയും 20 + 1. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൈനസ് ചെയ്ത ശേഷം എത്ര ടേംസ് ഉണ്ട്, അതിനുവേണ്ടി ഞാൻ ചെറിയൊരെണ്ണം നിങ്ങൾക്കൊന്ന് ചെയ്ത് കാണിക്കാം. a + b റേസ്ഡ് 4. a + b റേസ്ഡ് 4 ഓർമ്മയുണ്ടോ, a + b ഹോൾ സ്ക്വയർ അറിയാം, a+b² അറിയായിരിക്കും അല്ലേ. a+b റേസ് 4 എന്ന് പറഞ്ഞാൽ a⁻⁴
പ്ലസ് 4a³ പ്ലസ് 6a²b² പ്ലസ് 4ab³ പ്ലസ് b⁴. ഇങ്ങനെയാണ് മോനെ റേസ്⁴ എക്സ്പാൻഷൻസ്. അങ്ങനെ വരുമ്പോൾ a−b⁴ എക്സ്പാൻഷൻ വരുമ്പോൾ സൈൻ മാറ്റിയാൽ മതി. a⁴ മൈനസ് 4a³ പ്ലസ് 6a²b² മൈനസ് 4ab³ പ്ലസ് b⁴. ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ. ഇങ്ങനെ വരുമ്പോൾ നോക്കിക്കാൻ മോനെ ഇതിനകത്ത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിനുള്ളിൽ നോക്കിക്കുക എല്ലാം പോസിറ്റീവ് ഇതെല്ലാം നെഗറ്റീവാണ് അല്ലേ. ഇടയ്ക്കിടയ്ക്ക് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട്. ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താണ് അവസ്ഥ? മൈനസ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ടേംസ് എല്ലാം മൈനസ് ക്യാൻസൽ ആവും. ഇത് പോകും, ഇത് പോകും, ഇത് പോകും. ഇത് മൈനസ് ആകുമ്പോൾ ഇത് രണ്ടും മൈനസ് പ്ലസ് ആവും. ഇതും പ്ലസ് ആയിക്കൊണ്ട് നോക്കിക്ക് ഇത് ക്യാൻസലായി, ഇത് ക്യാൻസലായി, ലാസ്റ്റ് ഇതായിരുന്നു ക്യാൻസലാവുന്നത്, ഇതല്ലായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് ക്യാൻസലാകുന്നത്, ഇതും പ്ലസ് ആവും. അങ്ങനെ ഈ ടേമും കിട്ടും, ഈ ടേമും കിട്ടും എന്ന് പറഞ്ഞാൽ ഫൈനലി നമുക്ക് 2 ടേംസേ ബാക്കി വരുള്ളൂ. 3 ടേംസുകൾ ഓൾട്ടർനേറ്റ് ക്യാൻസൽ ആവും. അപ്പോൾ അവിടെ ലോജിക്ക് കിട്ടി. നോക്കിക്കാൻ മോനെ a+b⁴ a−b⁴ മൈനസ് ചെയ്താൽ നമുക്ക് എത്ര ടേംസേ വരത്തുള്ളൂ? 2 ടേംസ്. ടോട്ടലി 5 ടേംസാണ് ഉള്ളത് ഇല്ലേ. പക്ഷെ 3 ടേംസുകൾ വെച്ച് ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 2 ടേംസേ വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹാഫാണ് കിട്ടുന്ന ആൻസർ എന്നുള്ളത്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറിൻ്റെ ഹാഫ്. അപ്പോൾ ഇവിടുത്തെ പവർ എത്ര മോനെ? 20യും 20 അല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്തല്ല സിംപ്ലിഫൈ ചെയ്ത് മൈനസ് ചെയ്താൽ കിട്ടുന്ന ടേംസുകളുടെ എണ്ണം പകുതിയായിരിക്കും. മൈനസ് ചെയ്താൽ, പ്ലസ് ചെയ്താൽ വേറെയാണ് കേട്ടോ. പ്ലസ് ചെയ്താൽ വേറെയാണ്. ഇതിപ്പോൾ എന്താണ് മൈനസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ മൈനസ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ആൻസർ എത്രയാണ്? നമ്പർ ഓഫ് ടൈംസ് ആഫ്റ്റർ സിംപ്ലിഫിക്കേഷൻ 10. ഓക്കെ ആണല്ലോ. 2 ചോദ്യങ്ങളും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. ആണെങ്കിൽ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗുഡ് ബൈ.